ഗ്രീക്ക് തൈരിൽ സാധാരണ തൈരിനേക്കാൾ ഇരട്ടി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ വളർച്ചയ്ക്കും സംതൃപ്തിക്കും ഉപാപചയ പ്രവർത്തനത്തിനും ഇത് ഒരു മികച്ച ഭക്ഷണമാക്കുന്നു. ഈ ഉയർന്ന പ്രോട്ടീൻ ഉള്ളടക്കം വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും നിങ്ങളെ കൂടുതൽ നേരം വയറു നിറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കും. ഗ്രീക്ക് തൈരിൽ പ്രോബയോട്ടിക്കുകൾ ധാരാളമുണ്ട്. കുടലിന്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന ഗുണം ചെയ്യുന്ന ബാക്ടീരിയകൾ. ഈ പ്രോബയോട്ടിക്കുകൾ കുടൽ സസ്യജാലങ്ങളുടെ ആരോഗ്യകരമായ സന്തുലിതാവസ്ഥ നിലനിർത്താനും ദഹനം മെച്ചപ്പെടുത്താനും വയറുവീർക്കൽ കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മറ്റ് പാലുൽപ്പന്നങ്ങളെപ്പോലെ ഗ്രീക്ക് തൈരും കാൽസ്യത്തിന്റെ നല്ല ഉറവിടമാണ്. ഇത് ആരോഗ്യമുള്ള അസ്ഥികൾക്കും പല്ലുകൾക്കും അത്യാവശ്യമാണ്. പതിവായി കഴിക്കുന്നത് അസ്ഥികളുടെ സാന്ദ്രതയെ പിന്തുണയ്ക്കുകയും ഓസ്റ്റിയോപൊറോസിസ് സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് പ്രായമായവർക്കും ആർത്തവവിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കും ഇത് പ്രധാനമാണ്. ഗ്രീക്ക് തൈരിൽ B12, റൈബോഫ്ലേവിൻ, B2 പോലുള്ള പ്രധാനപ്പെട്ട ബി വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തെ ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റാൻ സഹായിക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തെയും പിന്തുണയ്ക്കുന്നു. പതിവായി മാംസം കഴിക്കാത്തവർക്ക് വിറ്റാമിൻ B12 പ്രത്യേകിച്ചും പ്രധാനമാണ്. ഉയർന്ന പ്രോട്ടീനും കുറഞ്ഞ പഞ്ചസാരയും, പ്രത്യേകിച്ച് പ്ലെയിൻ ഇനങ്ങളിൽ, കാരണം ഗ്രീക്ക് തൈര് പൂർണ്ണതയുടെ വികാരങ്ങൾ വർദ്ധിപ്പിച്ച് ദിവസം മുഴുവൻ മൊത്തത്തിലുള്ള കലോറി ഉപഭോഗം കുറയ്ക്കുന്നതിലൂടെ ശരീരഭാരം കുറയ്ക്കാനോ നിലനിർത്താനോ സഹായിക്കും. ഗ്രീക്ക് തൈരിലെ അമിനോ ആസിഡുകൾ പേശികളുടെ നന്നാക്കലിനും വീണ്ടെടുക്കലിനും സഹായിക്കുന്നു. ഇത് വ്യായാമത്തിന് ശേഷമുള്ള ഒരു മികച്ച ലഘുഭക്ഷണമാക്കി മാറ്റുന്നു. ഇത് ഊർജ്ജ സംഭരണം നിറയ്ക്കാൻ സഹായിക്കുകയും തീവ്രമായ വ്യായാമത്തിന് ശേഷം പേശി ടിഷ്യൂവിന്റെ രോഗശാന്തിക്ക് സഹായിക്കുകയും ചെയ്യുന്നു. പ്ലെയിൻ ഗ്രീക്ക് തൈരിൽ സ്വാഭാവികമായും കാർബോഹൈഡ്രേറ്റ് കുറവാണ്. ഇത് കുറഞ്ഞ കാർബ് അല്ലെങ്കിൽ കീറ്റോജനിക് ഡയറ്റുകൾക്ക് അനുയോജ്യമാക്കുന്നു. ചില മധുരമുള്ള തൈരുകളെപ്പോലെ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നില്ല. ഇത് പ്രമേഹമുള്ളവർക്ക് മികച്ച ഓപ്ഷനാക്കി മാറ്റുന്നു. പല ഫ്ലേവർ ചെയ്തതോ പഴങ്ങൾ ചേർത്തതോ ആയ ഗ്രീക്ക് തൈരിലും ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിരിക്കാം. ഇത് അവയുടെ ആരോഗ്യ ഗുണങ്ങൾ കുറയ്ക്കുന്നു. ഈ പതിപ്പുകൾ പതിവായി കഴിക്കുന്നത് ശരീരഭാരം, ഇൻസുലിൻ പ്രതിരോധം, മറ്റു ഉപാപചയ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. പ്ലെയിൻ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഗ്രീക്ക് തൈരിൽ സാധാരണ തൈരിനേക്കാൾ ലാക്ടോസ് കുറവാണെങ്കിലും ലാക്ടോസ് അസഹിഷ്ണുത ഉള്ളവരിൽ ഇത് ഇപ്പോഴും ദഹന അസ്വസ്ഥതയ്ക്ക് കാരണമാകും. ലക്ഷണങ്ങളിൽ വയറുവേദന, ഗ്യാസ് അല്ലെങ്കിൽ വയറിളക്കം എന്നിവ ഉൾപ്പെടാം. സെൻസിറ്റീവ് വ്യക്തികൾക്ക് ലാക്ടോസ് രഹിത ഗ്രീക്ക് തൈര് ബദലുകൾ ലഭ്യമാണ്. പൂർണ്ണ കൊഴുപ്പുള്ള ഗ്രീക്ക് തൈരിൽ ഗണ്യമായ അളവിൽ പൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് ചില വ്യക്തികളിൽ LDL, മോശം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും. മിക്കവർക്കും മിതമായ കൊഴുപ്പ് കഴിക്കുന്നത് നല്ലതാണെങ്കിലും ഹൃദ്രോഗ സാധ്യതയുള്ളവർ കൊഴുപ്പ് കുറഞ്ഞതോ അല്ലാത്തതോ ആയ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഗ്രീക്ക് തൈര് പ്രോട്ടീൻ, കാൽസ്യം, പ്രോബയോട്ടിക്സ് എന്നിവയാൽ സമ്പന്നമായ ഒരു പോഷകസാന്ദ്രമായ സൂപ്പർഫുഡാണ്. ഇത് ദഹനം, അസ്ഥികളുടെ ആരോഗ്യം, പേശികളുടെ വീണ്ടെടുക്കൽ എന്നിവയെ പിന്തുണയ്ക്കുന്നതിന് ഒരു മികച്ച തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു. എന്നിരുന്നാലും പഞ്ചസാരയും കൊഴുപ്പും ചേർക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. കൂടാതെ ലാക്ടോസ് അസഹിഷ്ണുത ഉള്ളവർക്ക് ഇത് അനുയോജ്യമല്ലായിരിക്കാം. പ്ലെയിൻ കൊഴുപ്പ് കുറഞ്ഞ ഗ്രീക്ക് തൈര് തിരഞ്ഞെടുത്ത് പഴങ്ങളുമായോ നട്സുമായോ സംയോജിപ്പിക്കുന്നത് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ പരമാവധിയാക്കുകയും അതിന്റെ ദോഷങ്ങൾ കുറയ്ക്കുകയും ചെയ്യും.